ഗൈസ്, എല്ലാവർക്കും മോൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ സീസൺ 2 എപ്പിസോഡ് 2 സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആ സ്റ്റുഡിയോയുടെ ബിഹൈൻഡ് ദ സീൻ, എങ്ങനെ ഈ ഒരു സ്ഥിതിയിലോട്ട് എത്തി, എന്തൊക്കെ നമ്മൾ എത്ര കാലം നമ്മൾ കഷ്ടപ്പെട്ടു, വെറും ഒരു മുറിയിൽ നമ്മൾ ഇതിവിടെ വരെ എങ്ങനെ എത്തി. ഒരു 6 മാസത്തെ 6-7 മാസത്തെ പണിയല്ലേ. ആൾക്കാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഒരു സാധനമായിരുന്നു. കൊറേ അവരെ മോട്ടിവേറ്റ് ചെയ്തായിരുന്നു. എന്ന് തുടങ്ങിയില്ലേ, എന്ത് 7 മാസം വരെ ഇത് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഉണ്ടായിരുന്നു 7 മാസം ഇതിനായിരുന്നു ചോദിച്ചോണ്ടായിരുന്നു. ഇത്തിരി പാടുപെട്ടു. മെയിൻലി ഈ സാധനം സോഫയാണ് നമ്മൾ ഇത്തിരി ടൈം എടുത്തത്. സോഫ നമ്മള് മിക്ക ഫർണിച്ചർ കടയിലും അല്ലെ, ഒരുപാട് ഫർണിച്ചർ കടയിൽ കുറച്ച് ആദ്യം അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ? വീഡിയോ ഇട്ടിട്ടുണ്ടോ? കസേര തപ്പി നടക്കുന്നത്. നമ്മള് കസേര തപ്പി നടന്ന കൂട്ടത്തിൽ സോഫയൊക്കെ നോക്കി. അങ്ങനെയാണ് നമ്മൾ ചാരിന് ഒരു 4 കസേര വലിയ ഉപയോഗം വന്നില്ല. അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ല. ഒന്നും യൂസ് ചെയ്തില്ല. നമുക്ക് മറിച്ച് വിൽക്കാം, OLX വിൽക്കാം. നീ തന്നെ എടുത്തോ, നല്ലതാണ്. മറിച്ചടിച്ചാണെന്ന് സംഭവം നമ്മള് ലൈവിലോ എന്തെങ്കിലും ഇരുന്നാലും ഇങ്ങനെ കിടക്കണ ഇതായോണ്ടേ വയ്യാത്ത പോലെ നീലകണ്ഠം വെട്ടുകൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കൂലേ, നമ്മൾ അതില് പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് വേദനയാണ്. അതൊരു ബാഡ് ഇൻവെസ്റ്റ്മെന്റും ആയിരുന്നു, ബാഡ് ഡിസിഷനും ആയിരുന്നു. ആ സാധനം ചൂസ് ചെയ്തത്. ആ ഡിസിഷൻ നിനക്ക് തരുന്നു. അല്ലല്ല, എല്ലാരും ഉണ്ട് ആ വീഡിയോയിലുണ്ട്. എല്ലാരും ഓക്കെ. പിന്നെ അവന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് അത് കണ്ടിട്ടാണ് തോന്നുന്നത് അലക്സ് ഇത് വാങ്ങിത്തത്. അതിനു മുമ്പേ തന്നെ അലക്സ് എന്തോ സോഫ കം ബെഡ് അത് വാങ്ങി. സോഫ കമ്മും പിന്നെ ബെഡ് കം സോഫ പിന്നെ ഇത് ബീൻ ബാഗ്സ് വാങ്ങിയായിരുന്നു. അത് രണ്ടും ഭയങ്കര യൂസ് ആണ്. അത് രണ്ടും നമ്മുടെ പോഡ്കാസ്റ്റിനെ ഇതുവരെ മുന്നോട്ടെത്തിച്ചതിൽ വളരെ വളരെ വലിയ പങ്ക് അത് വഹിച്ചിട്ടുണ്ട്. ബീൻ ബാഗ് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതില് 2 ലൈറ്റ് അലക്സ് സ്പോൺസർ ചെയ്തതാണ്. 2 ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ അല്ലാതെ വേറൊരു പിന്നെ ഇതുണ്ട്, ഈ ലാമ്പ് ഗിഫ്റ്റ് കിട്ടിയതാണ്. അലക്സ് ആണ്. താങ്ക് യു അലക്സ്. അപ്പൊ ഇതൊക്കെ ആദ്യമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മള് എസിയും ആദ്യമേ കിട്ടിയ സാധനങ്ങളുടെ ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അൺബോക്സിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏസിയാണ് ഇവിടെ ഈ റൂം സെറ്റ് ചെയ്യണതിൽ നമ്മൾ പുള്ളിക്കാരി ആദ്യമേ സ്റ്റുഡിയോയില് എല്ലാം നോക്കിക്കോളാം, നിങ്ങൾ ചെയ്യ്, അങ്ങനെയൊക്കെ സപ്പോർട്ട് സംഗീതമേ. അപ്പൊ അതൊക്കെ ആദ്യമേ നമ്മൾ ആദ്യമേ AC സെറ്റ് ചെയ്തു. പിന്നെ നമ്മളെ ലൈറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള സാധനങ്ങളാണ് നമ്മള് ആലോചനയിൽ. കാരണം ഈ സോഫ സംഭവം നമുക്ക് കൺഫ്യൂഷൻസ് ആയിരുന്നു. എന്ത് മോഡൽ വേണം, പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ നോക്കി. സാധാ പോലെ ആയി പോകും. സാധാരണ നമ്മള് ഇവിടെ പോയി നോക്കുമ്പോ കൂടുതലും മറ്റേ 3 സീറ്ററും അല്ലാതെ 2 സിംഗിൾ സീറ്ററും വരുന്ന രീതിയിൽ 5 പേർക്ക് അങ്ങനത്തെ എൽ ഷേപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ വിലയിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. നല്ല വില തന്നെയായിരുന്നു. നല്ല പൈസ ആയിരുന്നു. എല്ലാം നോക്കി വില കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു കംഫർട്ട്. അല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്തിരി നല്ല നോക്കുന്നതിനെല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അത് എൽ ഷേപ്പ് ആയതുകൊണ്ട് ഒരു താല്പര്യമില്ലായിരുന്നു. അത് സാധാരണ എല്ലാരും ചെയ്യുന്ന പോലെ ആയി പോകുമല്ലോ എന്നുള്ള ഒരു ക്ലീശയായി പോകുമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ വിനിച്ചേട്ടൻ ഒരു ഫോട്ടോ അയച്ചു തരുന്നത്. വിനിച്ചേട്ടനാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിന്റെ ഒരു മോഡൽ വിനു പോഡ്കാസ്റ്റിനെ നേട്ടിരുന്നില്ല. അതല്ല ഒരു മോഡലായി. അത് പറയണതിന് കുഴപ്പമുണ്ടോ?
അതല്ല മറ്റേ അവന് സന്തോഷമേ ഉള്ളൂ. അല്ല നിനക്കല്ല, എവിടെ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ളത് പറയുന്നത്. അത് അവരുടെ ഇൻസ്പിറേഷൻ. ചക്കിൾ സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് എന്നും പറഞ്ഞ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു സാധനമാണ് വിനു അയച്ചു. നിങ്ങൾ അവിടെ പോയി നോക്കുമ്പോ അത് നല്ല സെറ്റപ്പ് ആയിരിക്കും. ഈ ഒരു ഷേപ്പ്, ഈ ഒരു സോഫയുടെ ഒരു മോഡലാണ് സോഫ മാത്രമാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്, എടുത്തത്, ഇൻസ്പയർ ആക്കിയത്. ഇത് കമന്റ് മറ്റേ 144 PM 1080 PM അതും വരും. അല്ല ഇൻസ്പയർ ആക്കി ഇൻസ്പയർ ആക്കി നമ്മൾ അതേപോലെ കോപ്പി അടിച്ചിട്ടില്ലല്ലേ? പുറകെ കർട്ടൻ ഇട്ടു. അത് ആ ഒരു സാധനം കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അഗാധമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കേരളത്തിൽ അങ്ങനെ ഇതേപോലത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല. ക്ലാസ് ലുക്കും പിന്നെ നമ്മൾ എല്ലാരും കൂടെ ഇരിക്കുമ്പോഴ് നമ്മൾ 1-to-1 കോൺവെർസേഷൻ അല്ലല്ലോ, എല്ലാരും കൂടെ ഇരിക്കുമ്പോഴും ഒരു രസമായിരിക്കും എന്ന് തോന്നി. അല്ല, നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത ഒരു കഫേ പോലെ സെറ്റ് ചെയ്യാം, ഒരു കഫേയുടെ സെറ്റപ്പ്. നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിരിക്കുമ്പോ നമ്മളിങ്ങനെ നമ്മൾ രണ്ടും തീം പറഞ്ഞു, കഫേ പറഞ്ഞു, പബ്ബിന്റെ ഒരു പഴയ ബാറിന്റെ സെറ്റപ്പ് പറഞ്ഞു, അങ്ങനെ രണ്ടും ബൂത്ത് മോഡൽ അല്ലേ, അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ പോലെ കൊണ്ടുപോകാമെന്നുള്ള രീതിയായിരുന്നു ആദ്യത്തേക്ക് ഒരു പ്ലാൻ. പിന്നീടാണ് വിചാരിച്ച് ഇങ്ങനെ ഒരു എല്ലാവർക്കും വട്ടത്തിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സാധനം. അങ്ങനെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തത്. ഇത് നമ്മളങ്ങ് ഫിക്സ് ചെയ്തു, ഇത് മതി. പിന്നെ ഇത് ഉണ്ടായിരുന്നു, എന്നാലും ഇത് മതിയെന്ന് എന്തായാലും ചെയ്യണല്ലേ, നല്ല രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ബട്ടൺ നമുക്ക് ഇത്തിരി നിർബന്ധമായിരുന്നു. ടെക്സ്ചർ വേണോ നമുക്ക് നിർബന്ധമായിരുന്നു. പിന്നെ നമുക്ക് ഈ സാധനം എവിടെ ചെയ്യുമെന്നുള്ള ഒരു സംഭവം നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ തിരക്കിയായിരുന്നു. അപ്പൊ ഈ ഫർണിച്ചർ കടയിലൊക്കെ ഇങ്ങനെ ഇത് കൊണ്ടുപോയി കാണിക്കുമ്പോൾ നമ്മൾ ചെയ്ത് തരാം, നിങ്ങൾ ഇതിന്റെ ഇതൊക്കെ പറഞ്ഞു തന്നാൽ മതി എന്നുള്ളൊരു പറഞ്ഞാൽ മതി. അമൃതയാണ് സജസ്റ്റ് ചെയ്തത്. അമൃതയുടെ ഫ്രണ്ടിന്റെ ആണ്, അവര് ആർക്കിടെക്ട് പഠിച്ച ഒരു ഫ്രണ്ടിന്റെയാണ്. അവരുടെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട്, കിൻഫ്രയിലുണ്ട്. അവിടെ പോയി അരുൺ അറിയാം, എനിക്കും അറിയാം. അവര് ആർക്കിടെക്ട് പരമായിട്ട് മറ്റേ ആർട്ടിസ്റ്റിക് ഉള്ള ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ്. അവര് നന്നായിട്ട് അവിടെ പോയി ചോദിച്ചു, ആ സാധനം അയച്ചു കൊടുത്തപ്പോഴേ അവര് ചെയ്യാന്ന് പറഞ്ഞു. അല്ല, അവർക്ക് സിമ്പിൾ ആണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ ഐഡിയ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് നമ്മൾ അളന്നൊക്കെ എടുത്ത് അവര് തന്നെ പറഞ്ഞു, വേണമെങ്കിൽ സ്റ്റുഡിയോ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കാത്തത് കൊണ്ട് ഇത് തന്നെ ആക്ച്വലി എനിക്ക് തോന്നല്ലോ അവര് അധികം ക്യാഷ് എടുത്തിട്ടുണ്ടെന്ന്. ഈ തന്ന ഇതില് ഇത്രയും വലിയ സാധനം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നല്ല കാശായാണ്. താങ്ക് യു. പിന്നെ നമ്മള് ഫസ്റ്റ് വേറൊരു കളറാണ് ആക്ച്വലി. അതെ, നമ്മൾ ഇതിലൊരു ടെറാക്കോട്ട കളറാണ് അതിന് പേര് പറയുന്നത്. ഒരു മെറൂൺ റെഫറൻസ് എടുത്തതിലുള്ള സെയിം കളർ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ആ കളർ എല്ലാവർക്കും ഈ സോഫയിൽ വരുന്ന ഒരു സാധനമാണ്. ആ കളർ റെഡ് കളർ ടൈപ്പ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വന്നപ്പോഴ് ഈ ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മുടെ പറഞ്ഞത് ബട്ടൺ ചെയ്യുമ്പോഴേ ഈ ഒരു ആ മെറ്റീരിയലിന് ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വേറൊരു പച്ച നമ്മുടെ ഇതിലേ ഇനിഷ്യൽ 3 എണ്ണത്തിലുണ്ടായിരുന്നു പച്ചയും പിന്നെ എന്തോന്നുണ്ട്, പിന്നെ ഒരു യൂഷ്വൽ ഫസ്റ്റ് നമ്മളെടുത്ത ഒരു റെഡ് പോലത്തെ ഒരു കളർ, പിന്നെ ബ്രൗണും പച്ച. ബ്രൗണും എല്ലായിടത്തും ഉള്ള കളറാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ബ്രൗണ് വീട്ടിലൊക്കെ ഇടും പോലത്തെ ഒരു അതുകൊണ്ട് നമ്മള് ബ്രൗൺ ആദ്യമേ തഴഞ്ഞായിരുന്നു. പച്ച നമുക്ക് ഉണ്ടായിരുന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ പ്രയോറിറ്റി ചോപ്പിനായിരുന്നു. ചോപ്പിന്റെ ക്വാളിറ്റി കുറവുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ പച്ചയിലേക്ക് നിമിത്തം ഇവിടെ എത്തിച്ചു. പച്ചയിലേക്ക് എത്തിച്ചു. നമ്മൾ അതിനു മുമ്പ് ചാറ്റ് ജിപിടിയിലൊക്കെ ഇട്ടിട്ട് ഈ സാധനങ്ങൾ എങ്ങനെ വരും, ഈ കളർ എങ്ങനെ വരും, അതൊക്കെ നമ്മൾ കുറെ തപ്പിയായിരുന്നു. ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്തു. ആളെ ഇരുത്തി, ശ്രീകാന്തിനെയൊക്കെ ഇരുത്തി നമ്മളങ്ങനെ. അല്ല, നമ്മൾ അവിടെ അന്ന് ബബുഷ്ക ഇരുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് തന്നെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഇങ്ങനെ വരും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കി അത് സെറ്റ് ചെയ്ത്. അപ്പോഴേ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് ഓർഡർ കൊടുത്ത് അവര് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. നമ്മുടെ സോഫ വന്നിട്ടുണ്ട്. 3 പീസ് വലുതാണോ തോന്നുന്നല്ലേ, റൂമിക്കുള്ളൂ. ജസ്റ്റിനെ പുറത്തിരുത്തി അകത്ത് നമ്മൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കൊണ്ടുവന്നപ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു റൂമിലോട്ട് കയറുന്നില്ല. ഞാൻ ഈ നടുക്കിരുന്നപ്പോ ആലോചിക്കുന്നു, ഇത്തിരി പാടാണ്.
കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ മറ്റേ ടെന്നീസ് കളിക്കും പോലെ ഇങ്ങനെ അത് ശരിയാണ്. ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ കുറച്ചുപേര് പറഞ്ഞു ഗസ്റ്റിനെ വേണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഗസ്റ്റിന് ഒരു സൈഡ് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇത് ശരി കൊറേ എനിക്ക് തോന്നുന്നു എന്റെയും ഉല്ലാസിന്റെയും നമുക്കാണ് ഏറ്റവും മൂന്നുപേരെയും എല്ലാവരെയും അതെ അതെ ഇവിടെയും തല ഇച്ചിരി പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ ഒരു ആംഗിൾ വരെ തിരിയും. നിനക്ക് ഭയങ്കര പാടായി. എനിക്ക് നല്ല പാട്. അത് ഞാൻ ഇങ്ങനെ correct നിനക്ക് tennis നെ പോലെ ഇങ്ങനെ ഫുള്ള് തിരിയേണ്ടി വരും. എനിക്ക് പറയാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പൊ നമ്മള് പറഞ്ഞ ഇത് കേറ്റാൻ പറ്റുന്നില്ല, കേറ്റാൻ പറ്റുന്നില്ലേ സോഫ സോഫ നമ്മള് അവരെ ഒരുപാട് ശ്രമിച്ചായിരുന്നു അവിടെ, അല്ലെ? നീ ഉണ്ടായിരുന്ന? ഞാൻ ഇല്ലായിരുന്നു. വിനുചേട്ടനും ഞാൻ ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഡോർ വഴി അകത്ത് കയറി, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. ഫ്രണ്ട് ഡോറ് ഈ ഒരു ഫ്രണ്ട് ഡോറിനെക്കാട്ടി ഡയമെൻഷൻ കുറവല്ലേ? എനിക്ക് തോന്നുന്നു യൂഷ്വൽ ഉള്ളതിനെക്കാട്ടി കുറച്ചും കൂടെ കുറവാണ്. ഇതും അതും കയറുന്നില്ല, വലിയ 2 പീസ്. ചെറിയൊരു ഇത് നമ്മള് ചരിച്ചും മറിച്ചും ഒക്കെ കയറ്റി നോക്കി, പക്ഷെ പറ്റുന്നില്ല. കൂടുതൽ അതെ ചെറിയൊരു ഇത്. അപ്പോഴത് അവര് സോർട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. അവര് ഇതൊന്ന് സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. നമ്മുടെ പ്രഷർ കാണിച്ചു ഡൊമിനിക്കൻ പേഴ്സ് ഇതേപോലെ ഇതാണ് നടുക്ക് പറഞ്ഞ പീസ്. ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഗസ്റ്റ് കൂടുതൽ ഇരിക്കാൻ പോകുന്നത്. അത് തീരുമാനിച്ചില്ല, അത് നമുക്ക് നോക്കാം. അത് തീരുമാനിക്കണ്ടല്ലോ, നടുക്കാണല്ലോ ഗസ്റ്റ് ഇരിക്കേണ്ടത്. അതെ, ഡിസൈൻ കാണിച്ചു കൊടുക്കട്ടെ. ഇനിച്ചാണ് കംഫർട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. കംഫർട്ട് സൂപ്പർ ആയിട്ടുണ്ട്. നോക്കിയേ, ബട്ടൺ കണ്ടു. നീ ഇരുന്നു നല്ല സ്പ്രിംഗ് ഉണ്ട് അല്ലേ? ബാക്കൊക്കെ എങ്ങനെയുണ്ട്? തല ചായ്ക്ക് എന്തേലും തല ചായ്ക്കാൻ ഇതുകൂടെ സെറ്റ് ആക്കിയാലേ നമ്മളെ റൂമിൽ കയറ്റാൻ പറ്റൂ. ആ സമയത്തേക്ക് നമുക്ക് റൂമിന്റെ ബാക്കി പണികൾ സെറ്റ് ചെയ്യണം. റൂം ഇപ്പൊ നമ്മള് ഇത് കാണുന്ന പോലെ ഒന്നും ആയിരിക്കൂല, ഫുള്ള് മാറ്റും. ഈ വാതിൽ അടച്ച് തുറന്ന് കാണിച്ചിട്ട് പിന്നെ അടച്ചിട്ട് തുറക്കുമ്പോൾ വീണ്ടും മറ്റേ റീല് വരുന്നുണ്ട്. അടിയും മാറ്റ് വരും. പിന്നെ കട്ടനൊക്കെ ആയിരിക്കും, നോക്കാം. നോക്കാല്ലേ? ആ ഒരു സൈഡ് ആ ഒരു സാധനമാണ്. പിന്നെ വീണ്ടും അവര് ഒരു ലേബറിനെ വെച്ച് അതൊന്ന് ഇവിടെ എന്ന് വെച്ചാൽ ഇത് പൊളിച്ചിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടെ അസംബിൾ. അപ്പൊ നമ്മള് ചോദിച്ചു ഇതിനിപ്പോ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. അവനോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നുകൂടെ വിളിച്ചാൽ നമ്മൾ ഒന്നും കൂടി ബുദ്ധിമുട്ടേ അല്ല, വിളിച്ചാൽ മാത്രം മതി. നമ്മള് അതൊക്കെ നമ്മൾ ഇവിടുന്ന് ഉടനെ ഒന്നും പോകൂല, ഇവിടെ തന്നെ ഇറക്കി വിട്ടാലും നമ്മൾ നമ്മള് വീട് വെക്കേറ്റ് ചെയ്താൽ ഇത് ഇവിടെ തന്നെ കിടക്കുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവര് വരണം. ഇല്ല, അവരെ വിളിക്കാം. അല്ല ഇതൊന്നും ഇളക്കി കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മള് ഇതിനെ അകത്ത് കയറ്റി. ഗൈസ് അപ്പോഴും ഇവിടെ കിടന്ന സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് ഇവിടെയെല്ലാം അപ്രത്യക്ഷമായി എല്ലാം സെറ്റാക്കി നമ്മൾ. നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമ്മളൊന്നും ചെയ്യുന്നില്ല. കാർപ്പൻറ്റർ വന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നന്ദുമോനൊന്നും കണ്ടിട്ടില്ല, ഇവന്മാർ രണ്ടുപേരും കണ്ടിട്ടില്ല. അപ്പൊ ഞാനും കണ്ടില്ല. ഇവർക്ക് രണ്ടുപേർക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടുന്ന പൈസക്ക് നമ്മൾ അപ്പോ ഗൈസ് ഇവർക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. ഞാൻ വിഷുവിന് മാത്രം എങ്ങനെ തുറന്നോ?
ഇവര് ഇതിനെ ഡിസസംബിൾ ചെയ്തിട്ടാണ് അകത്ത് കയറ്റിയത്. ഇനി ഇത് പുറത്തു പോകണമെങ്കിൽ പിന്നെ ഡിസംബർ ഇതിനെ അകത്ത് കയറ്റിയപ്പോഴേ ഏകദേശം ഒരു 50% ഓളം. അതെ, ഇത് അകത്ത് കയറുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു. കാര്യം ഇത് ഭയങ്കര തിങ്ങി നിരങ്ങി തിക്കും തിരക്കും കൂടുതലായിരിക്കും, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും. പക്ഷെ ഇത് അകത്ത് വെച്ചപ്പോ നമുക്ക് മനസ്സിലായി നല്ല സ്പേസ് ഉള്ളതാണ്. ആകെ നമുക്ക് ഇവിടെ ഈ ഏരിയ ആ ഏരിയയിലും സ്പേസ് ഇല്ല, ആ ഒരു പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു റൂം ഇത്തിരി ചെറുതാണ്. ഇപ്പോഴൊരു ഇതുണ്ടായിരുന്നു പോഡ്കാസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇടുക്ക് ഇവൻ പറഞ്ഞ പോലെ മറ്റേ ഇത് വരുവോ ചേർത്തിട്ട് ഇരിക്കുവോ. പക്ഷെ ഇട്ട് വന്നപ്പോഴും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. അല്ല കറക്റ്റ് തന്നെ, പ്രശ്നമല്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് വന്നപ്പോഴത്തേക്ക് നമ്മള് ഓക്കെ ഹാപ്പി ആയി. പിന്നെ ഉള്ളത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു, നമുക്ക് പുറകെ എന്ത് ചെയ്യും. ഈ റൂമിൽ നല്ല എക്കോയും ഉണ്ട്. നമുക്ക് പഴയത് കണക്ക് മറ്റേ ഫോമൊക്കെ ഒട്ടിക്കണോ എന്നൊക്കെ ആലോചന ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് ഫോം മാറ്റി പിടിക്കാം, നമുക്ക് മറ്റേ മെയിൻ റെഫറൽ ഇമേജ് തന്നെ ചൂസ് ചെയ്യാം എന്നുള്ള വിചാരിച്ച് അല്ല ഇത് ഒട്ടിക്കണമെന്നുണ്ടോ, പക്ഷെ ഫോം ഇച്ചിരി ബഡ്ജറ്റും കൂടുതലാണ്. ഫോമിന്റെ ബഡ്ജറ്റോളം ആയെന്ന് തോന്നുന്നുണ്ട്. ഫോം ആക്ച്വലി ഈ കാശിന്റെ അകത്താണ് നിൽക്കുന്നത്. ഫോം പിന്നെ നമുക്ക് ഈ തിരിച്ച് വല്ല പോവാൻ നേരത്തെ പിന്നെ അത് ഇളക്കി കൊടുക്കണ വലിയൊരു ടാസ്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നു വിൻഡോ എല്ലാം ക്ലോസ് ചെയ്യണം, അതിന് സെപ്പറേറ്റ് ബോർഡ് അടിച്ച് ക്ലോസ് ചെയ്യണം. കുറച്ച് പണി കൂടുതലാണ്, ഫോം പണി കൂടുതലാണ്. പക്ഷെ ഫോമാണെ കുറച്ചുകൂടെ ഒരു സൗണ്ട് പ്രോപ്പർ സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ നമുക്ക്. കാരണം കഴിഞ്ഞ നമ്മളെ പഴയ ഇന്റർലെസ് പോഡ്കാസ്റ്റിലൊക്കെ ആ സ്റ്റുഡിയോയിൽ ആൾക്കാർ കയറുമ്പം ഒരു സ്റ്റുഡിയോ എന്നുള്ളൊരു ഭയങ്കര ഒരു സംഭവം അതാ ഈ ഫോം കൊടുക്കുന്ന ഒരു ഇതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വോളിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാനും പറ്റുമായിരുന്നു, അറ്റാച്ച് ചെയ്യാനും. അത് ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മള് പിന്നെ ഇത് തന്നെ ആക്കി കർട്ടൻ എന്തോ ബ്ലാക്ക് ഔട്ട് ജനല് നമ്മൾ മൂടിയിട്ടില്ല, ലൈറ്റ് ഒന്നും ഇങ്ങോട്ട് വരാത്ത രീതിയിലുള്ള ഒരു കർട്ടൻ, നല്ല ഒപ്പേക്ക് ആയിട്ടുള്ള. നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നു, അവിടെ നല്ല എലഗന്റ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ചോദിച്ചു എന്തിനാ തിളക്കമുള്ള സാധനം എടുത്തത്. തിളക്കമല്ല, നമ്മൾ അവരടുത്ത് പ്രത്യേകം പറഞ്ഞു ഒരു മാറ്റ് ഫിനിഷ് ഉള്ള സാധനം. അപ്പൊ അവര് കാണിച്ചു തന്ന മെറ്റീരിയൽ ഇതാണ്. അവിടെ വെച്ച് നോക്കിയപ്പോ നമുക്ക് ഒരു തിളക്കം ഫീൽ ചെയ്തില്ല. നോക്കിയപ്പോഴും ഇവിടെ ഇട്ടതിന് ശേഷം നമുക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ആരോ ഇരുട്ടത്ത് വെച്ചാണ് നിങ്ങൾ കണ്ടത്. ഞാൻ ചോദിച്ചപ്പോ അത് പറഞ്ഞു ഷോപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ആണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് എന്താ ഗ്ലോസ് ചെയ്യാ, ഞാൻ അവിടെ വെച്ച് ഇരുട്ടത്ത് വെച്ചാണ് കണ്ടത്. ഞാനിത് കണ്ടു തിളങ്ങണ അല്ല അത് ഇത് നമുക്ക് ഭയങ്കര അവിടെ വെച്ച് കണ്ടപ്പോ അങ്ങനെ ഒന്നും തോന്നിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് അത് അവര് കാണിച്ചു തരുന്ന വെച്ചാൽ ഒരു കുഞ്ഞു പീസാണ്. അപ്പൊ അതിൽ എത്രത്തോളം ഇത് വർക്ക് ചെയ്ത് വരുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടൂല. അതെ, പിന്നെ ഇത് കർട്ടൻ ഇടാൻ വന്ന ആളും നല്ല രസമായിരുന്നു. പുള്ളി വന്നതിന് ശേഷം ഒരു എന്തോന്ന് എന്റെ പേര് ഒരു ക്ലാമ്പ്. അപ്പൊ ആ ഒരു ക്ലാമ്പ് അതേപോലത്തെ സാധനം വേണമെങ്കിൽ വേറെ കിട്ടും. പക്ഷെ പുള്ളിക്ക് അതേ വെയിറ്റ്, അതേ നീളം, അതേ തൂക്കം, അതേ ക്ലാമ്പ് തന്നെ. ദാസനെ പറഞ്ഞിട്ട് ദാസൻ മറ്റേ പോത്തങ്കോട്, കഴക്കൂട്ടം എല്ലാ ഏരിയയും ആകെ അവരുടെ കടയിൽ മാത്രമേ ആ സാധനമുള്ളൂ. ഞാൻ ഇങ്ങനെ പോത്തങ്കോട് പോയിട്ട് ഈ ഒരു ക്ലാമ്പിങ്ങനെ കാണിക്കും മോഡലായിട്ട്, ചെറിയൊരു ക്ലാമ്പിങ്ങനെ കൊണ്ടുവരും. അതുപോലെ പുള്ളി ഇതാണ് ഇത് തന്നെ വേണം എന്നുള്ളൊരു സാധനം ഭയങ്കര അടമന്റാ. എന്നിട്ട് പിന്നെ അവസാനം നമ്മള് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പോയി മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ അല്ലെങ്കിൽ ഞാൻ നാളെ അത് ഞാൻ അപ്പോഴത്തെ ഒരു പ്രതികാരത്തിൽ ആവേശത്തിൽ പറഞ്ഞതല്ല. പുള്ളി കുറച്ച് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഒറ്റയ്ക്ക് വന്നിട്ട് ഇതെല്ലാം കൂടെ നീ മാത്രമല്ല, ഞാൻ കയറി വന്നിട്ട് ഞാൻ പറഞ്ഞു എടാ ദാസനും മറ്റു പണിക്കാരും കൂടെ പോയാ പറഞ്ഞു. ഇല്ല ദാസൻ മാത്രമേ പോയുള്ളൂ. അപ്പോഴാണ് നീ കാണിച്ച ഒരാളാണ് വന്നതെന്ന്. പക്ഷെ അത് പുള്ളി ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. പുള്ളി പിന്നെ എനിക്ക് തോന്നുന്നു അവസാനം മനസ്സിലായെന്ന് തോന്നുന്നു. ആളെ വരാം പിന്നീട് ആളെ കൊണ്ടാണ് ആളെ കൊണ്ട് പിന്നീട് പുള്ളിയെക്കാട്ടിയും പ്രായമുള്ള ഒരാൾ ചെയ്തു. പക്ഷെ ആ ദിവസം തന്നെയായിരുന്നു നമ്മുടെ മാറ്റും രാവിലെ കർട്ടനും ഉച്ചയ്ക്ക് ശേഷം അവരും മാറ്റും വന്നു.
മാറ്റ് അവര് വന്ന് ഒട്ടിച്ച് തുടങ്ങി. ഒട്ടിച്ചു തുടങ്ങി. അവർ രണ്ടുപേരും വന്നായിരുന്നു. രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ തികയൂ, എനിക്ക് തോന്നില്ല തികയുമെന്ന്. ഒരു പുള്ളി ഭയങ്കര സൈലന്റ്, അങ്ങനെ എല്ലാത്തിനും തലയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് മാത്രമേ പറയും. അങ്ങനെ അവര് ചെയ്ത് നമ്മളിതൊന്നും അറിയാം, പുറത്തിരിക്കുകയായിരുന്നു. അവരിവിടെ ഇരുന്ന് ഇതൊക്കെ ഒട്ടിച്ച് എന്നിട്ട് സോഫയും കറക്റ്റ് സെറ്റ് ആക്കി നോക്കൂ. അല്ല, ഇവിടെ ഒട്ടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ സൈഡിലുള്ള സോഫ മാത്രം ഇവിടെ ഇട്ടേക്കണം, ബാക്കി മാറിക്കിടക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ സെറ്റ് അപ്പോഴാണ് പുള്ളിക്കാരൻ പറയണ ഈ സോഫയുടെ അടിയില് ഒരു ഇതില്ല, തികയൂല. പുറകിലോട്ടില്ല. ഞാനും അരുണും കൂടെ ഉള്ള ഒരു പോർഷൻ ഇവിടെ ഇല്ല, അത്ര ഏരിയ ഇല്ല. സോഫ വെച്ച് സോഫ ഇട്ടാ അറിയൂല. അപ്പൊ നിങ്ങള് കാണുമ്പോഴും അറിയാൻ പറ്റൂല. അല്ല ഇപ്പൊ കുഴപ്പമില്ല, ഇവിടെ ഇട്ട് നമ്മള് അറിയാൻ പറ്റുന്നല്ല. ഇപ്പൊ ഇട്ട് അതല്ലടാ, ഇട്ടില്ലെങ്കിലും അറിയാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണ് അവര് അറേഞ്ച് ചെയ്തത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ചെറിയ വിജയ് ഇങ്ങനെ കുരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല. നല്ല ഇല്യൂഷൻ ആയിരുന്നു. ഒരു വലിയ പീസിൽ ഈ സോഫയുടെ ഈ സൈഡിന്റെ അത്രയും പീസ് അവിടെ നമ്മള് പറഞ്ഞു അയ്യോ അത് വൃത്തികേട്, അത് ഒട്ടിച്ചാലേ പറ്റുള്ളൂ. പോലെ ഗസ്റ്റ് ഒക്കെ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നമ്മള് മറ്റേ തട്ടിക്കൂട്ടാണെന്ന് വിചാരിക്കും. മറ്റേ വാർത്ത വായിക്കാനൊക്കെ പണ്ടത്തെ കോമഡിയിൽ മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ട് അതേപോലത്തെ ഒരു സെറ്റപ്പ് വിചാരിക്കും. പിന്നെ നമ്മള് കുറച്ചുകൂടെ ബാക്കി പോർഷൻസ് എത്രയാണോ എന്നുള്ളത് അത് ആക്ച്വലി ആദ്യമേ അളവെടുത്തിട്ട് കടയിൽ ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ ഈ റൂമിന്റെ ഡയമെൻഷൻ അനുസരിച്ച് കൊടുത്തല്ലോ. കടക്കാരുടെ മിസ്റ്റേക്ക് ആണ് അത്. അതിനനുസരിച്ച് അവര് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രശ്നമാണ്. അല്ല അവര് തികയൊന്നും പറഞ്ഞല്ലോ, അവര് തികയെന്ന് പറഞ്ഞായിരുന്നു. അവരുടെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അവര് മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് അവിടെ ഒരു പോർഷൻ ഇല്ല. പിന്നീട് രണ്ടാമത് നമ്മൾ അത് ഓർഡർ ചെയ്ത് വരുത്തിയല്ല, ഈ കട്ടൻ ആളില്ലേ ലാമ്പ് വാങ്ങിയ ആ കട, ആ സെയിം കട ആളിന്റെ അടുത്ത് പറഞ്ഞു. പുള്ളി അടുത്ത ദിവസം വരാന്ന് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേ പുള്ളി പിന്നെന്താ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ പുള്ളി ലാമ്പിന്റെ കൂടെ എല്ലാം മടക്കിക്കൊണ്ട് പുള്ളി വന്ന് എന്നിട്ട് ഈ മാറ്റ് ഒട്ടിക്കാൻ വന്ന ചേട്ടൻ രണ്ടുപേരുണ്ട്. ഈ ഒരു ചെറിയൊരു സാധനത്തിന് വേണ്ടി അവർക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവര് കോവളത്തുനിന്നാണ്. അവർക്ക് ഇതുവരെ ഓടി വന്ന് ഈ ഒരു ചെറിയ സാധനം ഒട്ടിക്കാൻ എന്തോ ഒരു ഇതില്ല, അവർക്കൊരു താല്പര്യം ഇല്ലായിരുന്നു. അവർക്ക് ഇത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാലോ, സുഖമല്ലേ, ആരും അറിയില്ല. നമ്മള് നിർബന്ധിച്ച് നല്ല നിർബന്ധിച്ച് അല്ലെ അവരെ കിട്ടാൻ പാടാണ്. പിന്നെ നമ്മൾ ആലോചിച്ചു നമുക്ക് തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചാല് പിന്നെ വൃത്തികേടാവോ വേണ്ട. നമുക്ക് ഒട്ടിക്കാൻ പറ്റൂല. അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ സൈഡ് വെച്ചിട്ട് നമ്മൾ കാണൂല്ലേ ഒരു ചെറിയൊരു പോർഷനല്ലേ ഉള്ളൂ, കുറച്ച് കീറി. എന്തായാലും അവര് ചെയ്തത് വേറെ. ഞാൻ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞ എടാ നമ്മളത് ഒട്ടിക്കാം, നമുക്ക് തന്നെ ഒട്ടിക്കാം. അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയുന്നത് എടാ വെയിറ്റ് ഞാൻ വന്നിട്ട് ഒട്ടിച്ച എന്തോ ഭാഗ്യത്തിന് വരാത്ത പറഞ്ഞു. ഞാനും കൂടെ വന്നിട്ട് ഒട്ടിച്ചാ മതി. അപ്പോൾ പുള്ളി ഒരു ദിവസം വിളിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വന്ന സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി കേറിയിട്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയല്ലേ. ഇവിടെ എവിടെ ഇത് ഒട്ടിക്കേണ്ടായിരുന്നല്ലോ, ഇങ്ങനെ എന്റെ അടുത്ത് ഇത് ഒട്ടിക്കേണ്ടായിരുന്നല്ലോ, ഇതിങ്ങനെ ഇട്ടായിരുന്നാ പോരെ. അപ്പോഴല്ല ചേട്ടാ കുറച്ച് വൃത്തി. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ പുള്ളി ആ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഒരാള്. അവര് നല്ല ഫാസ്റ്റ് ആട്ടോ. ഈ തറവൊട്ടിക്കുന്നവര് ഭയങ്കര ഫാസ്റ്റ്, പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞു ചെയ്തു. അതുകൂടെ ഒട്ടിച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റുഡിയോ ഏകദേശം ഒരു 70%. ഒരു ലുക്ക് കൂടി, കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ആയി. കർട്ടൻ വന്നു, ഇത് കാർപ്പറ്റ് വന്നു, സോഫ വന്നു, പിന്നെ ഉള്ളത് ഈ സാധനം ടീപ്പോ. പിന്നെ ലൈറ്റ് വന്ന് സെറ്റ് ആയില്ല. ലൈറ്റ് വന്ന് സെറ്റ് ആയില്ല. നമ്മൾ ഈ ട്യൂബ് ലൈറ്റിൽ ഇട്ടോണ്ടിരുന്നത്. അപ്പൊ അപ്പോഴും ഈ കട്ടൻ കാണാൻ വളരെ മോശമായിരുന്നു. ട്യൂബ് ലൈറ്റ് കാണുമ്പോ ഭയങ്കര അതല്ല ആദ്യം കണ്ടപ്പോ നമുക്ക് തോന്നി. പിന്നെ നമ്മള് ഇതിട്ട് വീണ്ടും നമ്മുടെ ഇത് അരുണ് പിടിച്ചില്ല. പിന്നെ അത് ഫോട്ടോ എടുത്തത് എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചടാ. കുറെ ഇങ്ങനെ ആലോചിച്ചു ഇതിന് എന്ത് ചെയ്യും.
ആലോചിച്ചിട്ടാണ് പിന്നെ നമ്മളെ ചാറ്റൂനെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് ഇട്ട് നോക്കി. അപ്പൊ അതൊരു ലൈറ്റിങ്ങിന്റെ ഒരു സെറ്റപ്പിൽ അതൊന്ന് കാണിച്ചത്. അപ്പൊ അത് കൊള്ളായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ 2 ലൈറ്റിങ്ങിന്റെ ഈ ലാമ്പ് അതിന്റെ ഒരു ഐഡിയ അതിൽ നിന്നാണ് കിട്ടിയത്. നമ്മൾ ആക്ച്വലി ഈ സെയിം സാധനം തിരുവനന്തപുരം ജില്ല ഫുള്ള് തപ്പി. ഓൺലൈൻ വഴി അല്ലാതെ പെട്ടെന്ന് എന്ന് വെച്ചാൽ തലേദിവസമാണ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടത്. ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ കേറാത്ത കടകളില്ല. എവിടെയാണ് മറ്റേ തകരപ്പറമ്പിലും അവിടെ തിരുവനന്തപുരത്തെ ലൈറ്റിംഗ് സ്റ്റോഴ്സ് എല്ലാം പിന്നെ പിന്നെ ഇതേപോലെ മറ്റേ ആർക്കിടെക്ചർ മറ്റേ ഡിസൈൻ സ്റ്റുഡിയോ ഇല്ലേ, ഇന്റീരിയർ ആയിട്ട് സപ്ലൈ ഒക്കെ ചെയ്യുന്ന കുറെ സ്റ്റുഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയും പോയി ചോദിച്ചു. അവർക്കും ഇങ്ങനത്തെ ഈ ഇതെന്താ ലാമ്പ്, എന്ത് ലാമ്പാണ് ഇത്? കോർണർ സ്റ്റാൻഡിംഗ് ലാമ്പ് കിട്ടും ഇത്ര പൊക്കം ഉള്ളത്. അല്ലാതെ ഈ ഹൈറ്റ് കൂടിയ സാധനം എങ്ങും നമ്മളിങ്ങനെ നോക്കിയാണ്. അപ്പോഴ് അക്കൂസും ഉണ്ടായിരുന്നു. അപ്പോഴൊരു ഭവിഷ്കര് ഉത്തരയെടുത്ത് ചോദിച്ചു ഇത് എവിടെയൊക്കെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഫെയറി ടെയിൽസിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴ് നന്ദു ഞാൻ വണ്ടി ഓടിച്ചു, ഞാൻ മാപ്പ് ഇടാം, നീ വിട്ടോ പെട്ടെന്ന് വിട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവിടെ ലുല്ലു അവിടം വരെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോയി. ഉള്ളൂര് വരെ അവിടെ നിർത്തിയപ്പോഴ് ഫെയറി സ്റ്റോർസ് ഓഫ് ഫെയറി സ്കൈയോ അങ്ങനെ എന്തോ ടെക്സ്റ്റൈൽസ് അതിന് കട മാറിപ്പോയി. നമ്മള് വന്ന സൈഡിൽ തന്നെയായിരുന്നു. പിന്നെ തിരിച്ചു പിന്നെ അവരെ വിളിച്ചു നോക്കി. നമ്മളപ്പോ വിളിച്ചു നോക്കി. അപ്പൊ അവര് പറഞ്ഞു ഈ സാധനം ഇല്ല. പിന്നെ അങ്ങനെ ലുങ്കിയെങ്കിലും എടുത്തിട്ട് ഇറങ്ങായിരുന്നു. പിന്നെ ഇവര് സജസ്റ്റ് ചെയ്ത 3-4 കടകളിലൊക്കെ വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു സാധനം നമ്മള് കേറി നോക്കിയല്ലോ, കേറി ഇറങ്ങി കുറെ കടകളില്. അല്ല ഇവർ രണ്ടാമത് പോയായിരുന്നു. അപ്പോഴും അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. പിന്നെ അത് ക്യാൻസൽ ചെയ്യാതെ വേണ്ടെന്നുള്ളത് നമ്മൾ വിചാരിച്ചു. അപ്പോഴാണ് ഉല്ലാസ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മറ്റേ ബൾബ് വേറെ ബൾബ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം. അല്ല ലൈറ്റിങ്ങില് നീ പറഞ്ഞ ലാസ്റ്റ് പൊടിക്കുകയും സെറ്റ് ചെയ്യാം, അതൊരു വിശ്വാസം ഉണ്ട്. അതെ കാര്യം ഇങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. ഇതുകൂടെ ഇല്ലെങ്കിൽ വേറും പറയാൻ പൊക്കി പറയാണെന്ന് വിചാരിക്കുന്നു. അല്ല ഇനി നമ്മള് മെയിൻ ഒരു സാധനം കൂടെ വരണ്ട, അതുകൂടെ വന്നാലേ ഇത് ഫിനിഷ് ആവത്തുള്ളൂ. അപ്പം ലൈറ്റിങ് പിന്നെ നമ്മൾ തലേന്ന് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന്റെ സ്റ്റാൻഡ് ഒക്കെ മേടിച്ച് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് ഒരുവിധം അല്ല ക്യാമറയിൽ പോഡ്കാസ്റ്റ് ക്യാമറയിലൊക്കെ നമ്മള് സെറ്റ് ആയിരുന്നു, രസമുണ്ടായിരുന്നു. നിങ്ങൾ ബ്ലോഗിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇത് വേറെ ലുക്ക് ആയിരിക്കും, പക്ഷെ പോഡ്കാസ്റ്റില് ഓക്കെയാണ്. ആ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ സെറ്റാണ്. പിന്നെ ഇടയ്ക്ക് തടസ്സങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ ദാസനൊക്കെ ചെറിയൊരു വിശ്വാസം തുടങ്ങി. നമ്മൾ മറ്റേ പുള്ളിയൊക്കെ കുറ്റം പറഞ്ഞ പോഡ്കാസ്റ്റ് എടുത്തില്ല. അതിനുശേഷം ഒരു ദോഷം പോലെ മാറ്റ് ഇത് കർട്ടൻ കൊണ്ടുവന്നപ്പോ അത് നടക്കുന്നില്ല, സോഫ കയറുന്നില്ല, തറയിൽ ഇതിന്റെ പീസ് തികയുന്നില്ല. അപ്പൊ ദാസ എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തൊരു ദോഷമുണ്ടോ എന്നൊരു വേണ്ടി തകിട് വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. തേങ്ങ അടിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. നീ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ചിലപ്പോ ഒളിച്ചു പോയി അടിച്ചു. അവസാനമൊക്കെ ആയപ്പോഴ് ലൈറ്റിംഗ് ഒക്കെ ഉല്ലാസ് ലൈറ്റ് സെറ്റ് ചെയ്ത പിന്നെ നമുക്കുള്ളത് ഇതായിരുന്നു ഈ ടീപ്പോ. ഈ സാധനം ഇതും കൊറേ നമ്മള് തപ്പി നടന്നായിരുന്നു. ടീപ്പോ നമ്മുടെ ഈ ഒരു ടീപ്പോ അല്ലായിരുന്നു നമ്മുടെ മനസ്സിൽ, കുറച്ചും കൂടെ ഇത്തിരി ഒരു ഡയമീറ്ററും കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ളൊരു സാധനം വരും. പക്ഷെ ഇത് കണ്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇത്രയും ചെറുതായിരിക്കൂല എന്ന് വിചാരിച്ചു. അല്ല ഇത് പക്ഷെ നമ്മളത് കുറെ കറങ്ങി ഇതിനു വേണ്ടി കറങ്ങി. നമ്മളിത് മയൂരി അല്ലേ, മയൂരി അവിടെ നിന്നാണ് എടുത്തത്. അത് ഇത് സാധനം കൊണ്ടുവച്ച് അപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് അവർ സ്റ്റോക്ക് ഇറക്കുന്ന സമയത്ത് അല്ല നമ്മൾ താഴെ പോയി നോക്കിയപ്പോഴത്തേക്ക് 1-2 കണ്ട് നമ്മൾ വേറെ കടയിൽ അപ്പുറത്തെ സ്റ്റോറിൽ നോക്കാന്നും പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോഴത്തേക്ക് അവിടെ പുതിയ ലോഡ് കൊണ്ടുവച്ച്. അപ്പൊ നമ്മളിങ്ങനെ കാർബോർഡൊക്കെ പൊതിഞ്ഞാണ് വെച്ചേക്കണ ഈ സാധനം. അപ്പൊ നമ്മളിങ്ങനെ പൊതിഞ്ഞിട്ട് ഇത് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോ നീറ്റായിരുന്നു, വിലയും കുറവായിരുന്നു. സാധാരണ നമ്മൾ നോക്കിയത് ക്വാളിറ്റി കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് കാണാൻ അടിപൊളിയായിരുന്നു. നമുക്ക് വേണ്ടി വിധിക്കപ്പെട്ട പോലെ ആയിരുന്നു. അല്ല അവിടെ തന്നെ നമ്മൾ ഈ റഗ്ഗും കണ്ട, റഗ്ഗും കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു. പക്ഷെ ഇതിന്റെ താഴെ ഒരു ചെറിയ റഗ് ഉണ്ട്. ആ പീസ് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്തത്.
ഇതെല്ലാം പെട്ടെന്നായിരുന്നു സത്യം പറഞ്ഞ ആ ഒരു എല്ലാം അവസാനത്തെ ഒരു വീക്ക് എല്ലാം നമ്മുടെ ഗസ്റ്റ് ഇത് ഓടുന്നില്ല. പ്രഖ്യാപിച്ച് ചന്തുവിന് വേണ്ടിട്ട് ഇത് ഗസ്റ്റ് എല്ലാം നമ്മുടെ ഗസ്റ്റ് വരുന്നത് പ്രഖ്യാപിച്ച് നമ്മള് പെട്ടെന്ന് എല്ലാരും ഭയങ്കര ശുഷ്കാന്തിയോട് കൂടി പണിയെടുത്തു. നിങ്ങൾ ആലോചിക്കണം നമ്മള് എവനാണെന്ന് വരണേന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. ഇല്ല ഈ മാസം ചിലപ്പോ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നടക്കില്ല. നടക്കൂലായിരുന്നു ചിലപ്പോ. ഇല്ല ഇല്ല നടക്കൂല. ചിലപ്പോ ഒരു മാസം കൂടെ പോയെ. ഒരു മാസം കൂടെ പോയാ. അവനായിരുന്നു ശരിയാണ് അവന് നമ്മുടെ വല്ല ഇവിടുത്തെ ചൂട് കുറഞ്ഞല്ലേ. എടാ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ാം തീയതി ഉണ്ടല്ലോ, ഇവൻ പറഞ്ഞ ദിവസം 25 അപ്പോഴ് 25-ാം തീയതി ആക്കണ്ടേ, അപ്പോഴ് ബാക്കിയുള്ളവർക്ക് ടൈമും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സെറ്റ് ആക്കണ്ടേ, അല്ലെങ്കിൽ ഈ പരിപാടി കൊണ്ട് മറ്റേ അപ്പോഴ് ചന്തു വരുമ്പോഴ് ചന്തുവിന് ആ ഡേറ്റേ ഉള്ളൂ. ചന്തുവിന് ആ ഡേറ്റേ ഉള്ളപ്പോ അതങ്ങ് ഫിക്സ് ആക്കി അതങ്ങ് ചെയ്താൽ മതിയല്ലോ. അവൻ വരണേന് വരെ ചന്തു ഒന്ന് വരും. അങ്ങനെ ഒരു മോട്ടിവേഷൻ. അതെ ആ മോട്ടിവേഷനിലാണ് എല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ അതിന് മുന്നേ നിങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആഴ്ചക്കുള്ളിൽ സാധനം എന്നുള്ള സംഭവമൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു പ്രോമിസ് ഒക്കെ ചെയ്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത്. പക്ഷെ അവര് വിശ്വസിച്ചും തോന്നല്ല, കാര്യം കഴിഞ്ഞ 7 മാസമായിട്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല, അവര് വിട്ടു ഈ സാധനം. ഇല്ല പക്ഷെ നമ്മൾ ആ ഇത് നമ്മുടെ സെറ്റി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അഞ്ജന ഇവിടെ പോഡ്കാസ്റ്റിൽ വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും പുള്ളിക്കാരി നമ്മള് വഴിയിൽ വെച്ച് നമ്മള് ഒരു ചായ കുടിക്കാൻ പോയപ്പോ കണ്ട കൊച്ചാണ്. അപ്പോഴേ കൊച്ച് വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴ് വരാല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞ് പുതിയ സ്റ്റുഡിയോയില് വെച്ച് ചെയ്യാം, എന്തായാലും ലാസ്റ്റ് ആയില്ലേ, പുതിയ സ്റ്റുഡിയോയില് വെച്ച് ചെയ്യാം. അപ്പോഴിങ്ങനെ നിങ്ങളൊക്കെ എപ്പ സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ അപ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പോഴേ തന്നെ ഞാൻ വിചാരിച്ചു നമ്മളായിട്ടുള്ള പിന്നെ ഒരു താല്പര്യം ഇല്ല നിങ്ങള് സ്റ്റുഡിയോ ഒക്കെ. അത് കേട്ടപ്പോഴേ വിളിക്കൂലെന്ന് തോന്നിക്കാണോടാ, അതായിരിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിന് വിളിക്കാം. ഒഴിവാക്കണമെന്ന് വിചാരിച്ചു. നമ്മള് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ വെച്ച് ഇനി ഒരു സാധനം സെറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കഥ പറയാനുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ സാധനം, ഒരു രത്ന ചുരുക്കം നമുക്ക് അയക്കുക. മറ്റേ വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടംപോലെ കഥകളുണ്ടെങ്കിൽ പണ്ടിങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുമല്ലോ, കോൺഫിഡൻസ് അതിപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക. നമ്മള് സ്ക്വിഡ് ഗെയിമിന് ആദ്യം വീഡിയോ എടുത്ത് അയക്കണമെന്ന് പറഞ്ഞ് ആദ്യം 2-3 പേരാണ് അയച്ചത്. 2 പേരാണ് ആകെ. അതിനുശേഷമാണ് നമ്മളൊന്ന് അയച്ചത്. വീഡിയോ വേണമെന്നില്ല, ഓഡിയോയോ എഴുത്തോ എന്തെങ്കിലും. അവസാനം പിന്നെ അതും കെട്ടിയത് നിങ്ങൾ വന്നാ മതി. നമ്മള് ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് അല്ല നിങ്ങൾ ഈ വാട്സാപ്പിൽ അയച്ചാൽ മതി അല്ലേ? വാട്സാപ്പ് നമ്പർ താഴെ ഉണ്ട്, അതിൽ അന്ന് ആളില്ലാതെ നമ്മള് വേറെ പുറത്തുനിന്ന് എടുത്തിട്ടാണ് അവനാണ് ജയിച്ചത്. ആലോചിക്കണം, ഒരാള് കുറവുണ്ട്. അത് നമ്മൾ ഒരാൾ വഞ്ചിച്ചോണ്ടാ കൊടും വഞ്ചന. പിന്നെ കുട്ടിയാണ് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പം പറയാം, കുറെ നാളായില്ലേ. നാരായണൻകുട്ടി വരാത്തത് നന്നായി. അറിഞ്ഞൂടാത്ത ഒരാള് ശരിയാണ് സബ്സ്ക്രൈബർ പറഞ്ഞു വന്ന രീതി അതല്ല കണ്ടസ്റ്റൻസ് ആയിട്ടേ ചിലപ്പോ ഫേക്ക് ആണെന്നൊക്കെ ഇതായിപ്പോ നമ്മൾ സെറ്റ് ചെയ്തതാണെന്ന് വിചാരിക്കും. ജയിക്കും തോന്നുന്നുണ്ടോ? അറിയാൻ പറ്റില്ല. ഭാഗ്യം കൂടെ ഉണ്ടല്ലോ. എനിക്ക് നാരായണൻകുട്ടി ഓട്ടത്തിന്റെ ഇടയിൽ മിസ്റ്ററി ബോക്സ് ഒക്കെ ചോദിച്ച് അനങ്ങി പോവാൻ തോന്നാം. നമ്മള് വിഷയത്തിൽ തന്നെ പറഞ്ഞു. നമ്മള് പറഞ്ഞു വന്ന സബ്സ്ക്രൈബേഴ്സ് അവർക്കും ഇവിടെ അതെ സ്വാഗതമാണ്. അപ്ലൈ ചെയ്യാം. നമ്മൾ എന്തായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് താല്പര്യം അനുസരിച്ച് നമ്മള് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് എടുക്കുന്നതാണ്. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് അത്യാവശ്യം അല്ലേ, അടിപൊളിയായി നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റോറിയൊക്കെ ലൈഫ് എക്സ്പീരിയൻസുകളൊക്കെ ഉള്ള അവരെയൊക്കെ സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയുടെ പരിപാടി ഇതാണ്. ഇനി മേജർ ആയിട്ടൊരു സാധനം വരാനുള്ളത് ഇവിടെ ഒരു മരം ചെടിയുടെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനാരും അത്ര ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു അധിക ചെലവന്നു. എനിക്ക് ചെറിയ സംശയം ഞാനല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ മരങ്ങളൊക്കെ വെച്ച് നിറയ്ക്കാൻ. മരം വേണം. ആരോ അത് വേണ്ടെന്ന് പറഞ്ഞു, അതെനിക്ക് ഓർമ്മയുണ്ട്. യവനായിരിക്കോ ചുമ്മാ എനിക്ക് ഓർമ്മയുണ്ട്. വിലുവിന് ഓപ്ഷൻ എന്തായാലും ഇല്ല. പക്ഷെ യവനും അല്ല.
എന്തായാലും ഇതുണ്ട് ഒരു മരം വെക്കാം. മരമോ അല്ല ലൈറ്റ്, ഞാനല്ല നിയോൺ ലൈറ്റ്. Neon light. അത് നമ്മള് നടുക്ക് set ചെയ്യും. പിന്നെ ഈ സെയിം ലാമ്പ് കിട്ടുമെങ്കിൽ പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് സെറ്റ് ചെയ്യും. കുറച്ച് ചെടികളോ പൂക്കളോ. പിന്നെ ഉള്ളത് ഈ ടീപ്പോ നമ്മള് ടെമ്പററി ആണ് ഈ സാധനം. ഈ ഒരു ടീപ്പോ ഒരു വർഷത്തേക്ക്, ഒരു വർഷത്തേക്കല്ല, നമ്മള് മൈക്ക് സെറ്റ് ആവുന്നത് വരെ, മൈക്ക് സെറ്റ് ആവണവരെ ഇതായിരിക്കും. മൈക്കും കൂടെ വരുമ്പോഴും നമ്മൾ കുറച്ച് ടീപ്പോ അപ്ഗ്രേഡ് ചെയ്യും, കുറച്ചുകൂടെ വലുതാക്കിയിട്ട്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു സാധനം വീഡിയോയുടെ സംഭവമാണ്. വീഡിയോ ക്വാളിറ്റി ഉള്ള ക്യാമറ മാറ്റണം. അതിനുള്ള ഒരു ബഡ്ജറ്റ് ഇപ്പോ എന്തായാലും ഒരു ക്യാമറക്ക് എത്ര രൂപ? അതിങ്ങനെ പോലും 1 ലക്ഷം രൂപ അടുപ്പിച്ചൊക്കെ സ്പോൺസർ ആലോചിച്ചിട്ടാ വേണ്ട. നല്ല കുറഞ്ഞതാണ്. ക്യാമറയുടെ ഇത് അത്രയും ഉല്ലാസിന്റെയാണ്. ഇതെല്ലാം തന്നെ ഈ നടുക്കിരിക്കുന്ന ക്യാമറ എന്റെ 9 വർഷം പഴക്കമുള്ള ക്യാമറ. 3 ക്യാമറയും ഉല്ലാസിന്റെ. ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാവോ? അതിന് അത്രേ ആയുസ് ഉള്ളൂ. നമ്മള് വൈഡ് വെച്ചിരിക്കുന്നത് ഉല്ലാസിന്റെ പഴയ ക്യാമറയാണ്. വൈഡ് വെച്ചതിൽ ക്വാളിറ്റി ഇല്ലെന്ന് പറയണം. ഇത് 80D എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എടുത്ത DSLR 2017 എടുത്തതാണ്. അല്ല കഴിഞ്ഞതിനും വൈഡ് ഇത് തന്നെ വെച്ചോ? പിന്നെ ഇരിക്കണ ഇത് ഐഫോൺ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറിന്റെ വ്യത്യാസം വരുന്നത്. ക്യാമറയുടെയും ഐഫോണിന്റെയും കളറിന്റെ ഒരു എന്റെയും വരുണിന്റെയാണ് എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ എടുക്കുന്ന ക്യാമറ. അത് വീഡിയോ ക്യാമറ അല്ല, അതിന്റെ ഇതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി ഒരു ക്യാമറ പൈസ ഇങ്ങനെ കുമിഞ്ഞു കൂടി. അപ്പോ ബഡ്ജറ്റ് ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ ക്വാളിറ്റിന് വേണ്ടി ഒരു ക്യാമറ വാങ്ങാം. അല്ല, ഒരു ക്യാമറ വാങ്ങിക്കാം. എപ്പോഴെങ്കിലും ഒരു ക്യാമറ വാങ്ങാം. ഇപ്പോഴല്ല, ബഡ്ജറ്റ് ഒക്കെ അവരെപ്പോഴെങ്കിലും. അപ്പോ വീഡിയോ ക്വാളിറ്റി നമ്മള് മാക്സിമം ലൈറ്റ് ഒക്കെ വെച്ച് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മള് അതില് റിവീലിംഗ് വീഡിയോയിലില്ലേ, അത് ആദ്യം ആ ഒരു 16ാമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു. ആ ഒരു സാധനം കണ്ടപ്പോഴും നമുക്ക് ഇത് എങ്ങനെ ഇരിക്കും. പക്ഷെ പുള്ളി ഓഡിയൻസിന് നല്ല എക്സ്പെക്ടേഷനും മേളിൽ പോയി. റിവീലിംഗ് കുറച്ച് ബീറോള് നല്ല എടുക്കുള്ളേ. അന്ന് ഞാൻ പെട്ടെന്ന് അല്ല ഉള്ളത് നല്ലതായിരുന്നടാ. ആ ചെറിയൊരു ബീറോള നല്ല രസമായിരുന്നു ആ ഓപ്പണിംഗ് സീൻ. അത് കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോ ഇത് ഇത്രയാണ് ഇതുവരെയുള്ള സ്റ്റുഡിയോ അപ്ഡേറ്റിന്റെ കഥകൾ. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നിയോൺ ലൈറ്റ് വരും. പിന്നെ ഫ്യൂച്ചറിൽ മരങ്ങൾ ചിലപ്പോ വരും, ആ ലാമ്പ് വരും. പിന്നെ ഫ്യൂച്ചറിൽ മൈക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കും. പിന്നെ ക്യാമറ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതില് നമ്മൾ ഇനി ഇത് പാനീയങ്ങൾ നിറക്കി കോഫി കഴിഞ്ഞ നോക്കിയോടാ. ഇത് കറക്റ്റ് അകത്തെ വെള്ളം ഇങ്ങനെ കാണാം, വെള്ള കളറിൽ പ്ലെയിൻ. അടുത്തതിൽ കളർ ഉള്ളതെങ്കിലും കലക്കി ക്വാളിറ്റിയുള്ള ചായ എന്തേലും അടിച്ചു. ഇവിടുത്തെ ലൈറ്റിങ്ങിലൊക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. നടുക്കിരിക്കുന്നതൊക്കെ വെട്ടമില്ലെന്നൊക്കെ പറയുന്നത്, അതിനും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്ഡേറ്റ് ചെയ്യാൻ കുറേശ്ശെ അപ്ഡേറ്റ് ആയി വരും. അതെ, ഇതില് ഉള്ളതില് കുറച്ച് ഒരു ഇതാണ് കട്ടനാണ് അല്ലേ. കട്ടൻ എന്തായാലും കുറച്ച് ദിവസം എന്തായാലും ഈ കട്ടൻ തന്നെയായിരിക്കും. ഇതില് കറുത്ത പെയിന്റ് അടിക്കാം. അത് വേണമെങ്കിൽ ഭാവിയിൽ നോക്കട്ടെ, കുറച്ചുകൂടെ ഇത് കിട്ടും. കുറച്ചുകൂടെ വരുമെന്ന് തോന്നുന്നു. കട്ടനിൽ പെയിന്റ് അടിക്കാം. കട്ടനിലല്ല, ഇവിടെ റൂമിലൊന്ന് ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടെ ഇത് വരും. ലൈറ്റ് കുറച്ചുകൂടെ നല്ല ഇമ്പ്രൂവ് ആവും. നമുക്ക് ഭാവിയിൽ നോക്കാം. പിന്നെ നമ്മൾ ചിലപ്പോൾ ഫ്യൂച്ചറിലുള്ള ലൈവുകൾ കുറച്ചൊക്കെ ഇവിടെ ആയിരിക്കും എടുക്കുന്നത്. പറയുന്നില്ല, എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. പിന്നെ ലൈവ് പോഡ്കാസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാന്നുള്ളത്. പിന്നെ ഇനി മൂവീസിന്റെ റിവ്യൂ ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാമല്ലോ. മൂവീസിന്റെതും അതും ഇവിടെ ഇരുന്നല്ലേ കുറച്ചുകൂടെ സത്യം പറഞ്ഞ മൂവി അനാലിസിസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒക്കെ കുറച്ച് പോസ്റ്റർ ഒക്കെ പുറകിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്ലാൻ ഒക്കെ ഉണ്ട്, നമ്മളെ പറയുന്നില്ല.
ഉണ്ട്. ഉണ്ട്. അല്ലേ നമ്മുടെ മറ്റേ ലൈൻ ബോർഡ്സ് പോസ്റ്ററൊക്കെ വയ്ക്കാം. നല്ലതായിരിക്കും. അല്ല ഞാൻ ഫുള്ള് എല്ലായിടത്തും അങ്ങനെ വയ്ക്കും. അതെന്തൊരു അതെങ്കിൽ ഗ്രീൻ സ്ക്രീനിൽ വെച്ചാൽ മതിയായിരുന്നു. കട്ടൻ പച്ചയായിരുന്നെങ്കിൽ അവന് ഇഷ്ടമുള്ള ഇടായിരുന്നു. പച്ചയായിരുന്നെങ്കിൽ ഇഷ്ടമുള്ള എൻവയോൺമെന്റ് ഉണ്ടാകും. ബ്ലാക്ക് ഇടാൻ പറ്റുമായിരുന്നു അല്ലേ? ശരിയാ. എനിക്കതെല്ലാം പോലെ ഗ്രീൻ സ്ക്രീൻ ഇട്ടാൽ മതിയായിരുന്നു. ഗ്രീൻ സ്ക്രീൻ ഇടുമ്പോഴും നമ്മളുടെ മുഖത്തുള്ള റിഫ്ലക്ഷൻസ് ഒക്കെ മാറ്റാൻ പറ്റും. എന്തായാലും പോക്ക് നിനക്ക് തോന്നുന്നു നമ്മൾ ഇടുവന്ന്. ചിലപ്പോ അവ ഇടോടാ, എന്നെ കൊണ്ട് പറ്റൂലേ. ഞാൻ VFX കൂടെ പഠിക്കാം. അല്ലേ നീ ടെക്നിക്കൽ ഇത് അതൊക്കെയാണ് അപ്പൊ ഇത്. അതെ അതെ. ഇനിയുള്ള അടുത്ത ഇതെന്ന് വെച്ചാൽ ഓഡിയോ പ്ലാറ്റ്ഫോം. അതാണ് സ്പോട്ടിഫൈ. എല്ലാവരും ചോദിക്കുന്ന സാധനമാണ്. സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, ആപ്പിൾ പോഡ്കാസ്റ്റ് അങ്ങനത്തെ ഓഡിയോ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇടുന്നതായിരിക്കും. പക്ഷെ നമ്മള് പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഇടുന്നത്. 24 തൊട്ട് 48 മണിക്കൂർ വരെയും കൊടുക്കാം. കാര്യം യൂട്യൂബിന് ഒരു പുഷ് കൊടുക്കണം എപ്പോഴും. ഫസ്റ്റ് പ്രയോറിറ്റി യൂട്യൂബ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ വരത്തുള്ളൂ. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ് ഷെഡ്യൂള്. നമ്മളിപ്പം എപ്പോഴാണ് ഇടുന്നതെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല എന്നുള്ള ഇത് പറയുന്നുണ്ട് കമന്റുകളിലൊക്കെ. അപ്പൊ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്കും ഒരു പ്ലാനിങ് വേണം. ഓരോരുത്തരുടെ നമ്മുടെ നോക്കണല്ലോ. എന്തായാലും റെഗുലർ ആയിട്ട് വീഡിയോ ഇനി തൊട്ട് അങ്ങോട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഫ്രീക്വൻസി കൂടാൻ നോക്കണല്ലേ? ഫ്രീക്വൻസി കൂട്ടിയിട്ട് ഷെഡ്യൂൾ സെറ്റ് ആക്കി. അല്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൺസിസ്റ്റൻസിക്ക് വലിയ പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ തോന്നില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒന്ന് പ്രോപ്പർ ഷെഡ്യൂൾ ആക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാത്തിരിക്കാമല്ലോ. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതാണ്. ചിലര് കാത്തിരുന്ന് നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, അവര് പറയുന്നുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്ന കുഴപ്പമില്ല. പഴയ വീഡിയോസിന്റെ സുഖം പക്ഷെ നിങ്ങൾക്ക് പോകും. ഓക്കെ ഗൈസ്, അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ബിഹൈൻഡ് ദ സീൻ കഥകൾ. അപ്പോ ഇതില് നമ്മള് പറയാനുള്ളത് ഇനിയുള്ളത് ഇതാണ്, ഷെഡ്യൂളാണ്. അത് നമ്മള് ഒരു തീരുമാനമായിട്ട് നമ്മൾ എന്തായാലും വഴിയെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഈ സ്റ്റുഡിയോ ഇതുവരെ എത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പുഷ് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ നടത്തണ്ടേ. ഞാനൊരു നന്ദി പ്രകാശം നടത്താതിരിക്കുമ്പോഴത്തേക്കും ഓഡിയൻസിലെ കളിയാക്കി ഊശിയാക്കുന്ന പോലെ ഒരു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പുഷ് കൊണ്ട് മാത്രമാണ് നമ്മൾ പാതി വഴിയിൽ നിർത്താതെ ഒരു മോട്ടിവേഷൻ ഉണ്ടായത് നിങ്ങളുടെ ഒരു സാധനം കൊണ്ടാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഫസ്റ്റ് മോട്ടിവേഷൻ നല്ല രസമായിരുന്നു. പിന്നെ അതിന്റെ മോഡ് മാറി തുടങ്ങി. നമുക്ക് പിന്നെ അങ്ങോട്ട് ആ മോട്ടിവേഷൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് ഒരു സമയം എത്തിയപ്പോഴത്തേക്കും നമ്മളത് എൻഡ് ചെയ്ത് തരാം. അപ്പൊ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ഒരു നന്ദി, ഹൃദയം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അതെ, നമ്മൾ ഇനിയും നമ്മളുടെ ബൗണ്ടറീസ് ഒക്കെ പുഷ് ചെയ്ത് വലിയ വലിയ വീഡിയോസ് ഇടാൻ നമ്മളിപ്പോ വാഗ്ദാനങ്ങൾ തരുന്നില്ല, നമ്മൾ ഇനി ചെയ്ത് കാണിക്കാൻ. ഒരുപാട് വാഗ്ദാനങ്ങൾ പെൻഡിങ് ഉണ്ട്. അതൊക്കെ തീർത്തിട്ട് നമ്മൾ കുറച്ച് വാഗ്ദാനങ്ങൾ തന്ന കുറച്ച് പെൻഡിങ്ങുകൾ കിടപ്പുണ്ട്. ആ ഒരു പെൻഡിങ് തീർത്തിട്ട് അതിൽ 1-2 എണ്ണമെങ്കിലും ചെയ്തിട്ട് പുതിയ വാഗ്ദാനങ്ങൾ. എന്നാലും നമ്മൾ ഇനി നല്ല ഇത് ഇടും, എഫേർട്ട് ഇട്ട് അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ എൻഡ് ചെയ്യാണ്. അപ്പോ ഈ പോഡ്കാസ്റ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇടുക. അപ്പോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ചെയ്യുകയാണ്. പുതിയൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.